എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്, ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇതുപോലെ വിദേശ രാജ്യത്തുള്ള ഒരാളാണ്, മലയാളിയാണ്. ഒരു ഹീലിംഗ് ബുക്ക് ചെയ്തു. അപ്പോൾ അയാൾക്ക് നമ്മളുടെ ഫുള്ളായിട്ട് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നൊരു പ്രോഗ്രാമുണ്ട്. എന്ന് വെച്ചാൽ ഏതെങ്കിലും സോൾ അറ്റാച്ച്മെൻറ്റ്, ബാധകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതർ എൻറ്റിറ്റീസ് കാര്യങ്ങൾ, അതേപോലുള്ള കംപ്ലീറ്റ് ശുദ്ധീകരണ പ്രക്രിയ ഫുള്ളായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചക്രാസ് ശുദ്ധീകരണം, നമ്മുടെ ഓറ ക്ലെൻസിങ് എല്ലാം കഴിഞ്ഞിട്ട് ചാർജിങ് ഫുള്ളായിട്ട് നമ്മൾ ചാർജ് കയറ്റി കൊടുക്കും. എനർജി ഫുള്ളായിട്ട് ഹീലിംഗ് ചെയ്ത് പവർ കയറ്റി ഫുൾ പവറിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഡൗസിങ് റോഡ് വെച്ചിട്ട് ഇങ്ങനെ അത് കാണിച്ചു കൊടുക്കും. ചെയ്യുന്നതിന് മുമ്പ് കാണിക്കും, ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ വർക്ക്. അത് ഫുൾ പവറിലേക്ക് റോഡ് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും വരുന്ന അത്രയും ചാർജ് നമ്മൾ കയറ്റി കൊടുക്കും. അതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാമാണ്, മഹാകാളി ഹീലിങ്ങിൻ്റെ ഫുൾ പ്രോഗ്രാം. അപ്പോൾ അതാണ് പുള്ളി എടുത്തത്. അപ്പോൾ ഇതേപോലെ പുള്ളി വന്നിരുന്നപ്പോൾ പുള്ളി സംസാരിക്കുന്ന രീതികളൊക്കെ ഭയങ്കര നമുക്ക് കേട്ടിരിക്കുമ്പോൾ ഒരു ഒട്ടും സുഖം തോന്നാത്തൊരു സംസാര രീതി. എന്ന് വെച്ചാൽ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു വിഴുങ്ങിപ്പോകുന്ന പോലെ, പതറിപ്പോകുന്ന പോലെ, ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് ആൾ സംസാരിക്കുമല്ലോ, അതുപോലെ ആയിരുന്നു. അപ്പോൾ ഇതേപോലെ പുള്ളിയുടെ ഹീലിംഗ് ഒരു അരമണിക്കൂർ എത്തിക്കഴിഞ്ഞപ്പോൾ, നമ്മൾ മെയിൻ ഫസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞ ഒരു അരമണിക്കൂറാണ് നമ്മളുടെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ആ സമയത്താണ് ദേവി വന്നിട്ട് ഈ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുന്ന മെയിൻ പോർഷൻ ആ സമയത്താണ്. അത് കഴിഞ്ഞ് അടുത്ത പോർഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തുള്ള എനർജീസിനെ ഒരു മീഡിയത്തിലോട്ട് മാറ്റുന്നതും പിന്നെ ചാർജിങ്ങുമാണ് അടുത്തത്. അപ്പോൾ ഫസ്റ്റ് സെഷനാണ് ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ ഭാഗം അതൊരു 20 മിനിറ്റ് ടു 30 മിനിറ്റ് വരെ ഉണ്ടാവും ആ ഒരു ഭാഗം. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം ഇങ്ങനെ വളരെ ഇങ്ങനെ ശാന്തനായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ അനങ്ങാതിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം മാറി. പെട്ടെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. കാരണം സൗണ്ടിനകത്ത് ഭയങ്കര ആത്മവിശ്വാസം. പുള്ളിക്ക് സംസാരിക്കുമ്പോൾ ആ പതർച്ചയില്ല, അതുപോലെ നല്ല സ്റ്റഡി ആയിട്ട് പുള്ളി സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കളുടെ ശബ്ദം മാറിയല്ലോ എന്ന്. ആ പുള്ളി പറഞ്ഞു, ശരിയാണ് സാറേ, എനിക്കും തോന്നുന്നുണ്ട്, എൻ്റെ സൗണ്ട് നേരത്തെ ഇങ്ങനെയായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് ഈ ശബ്ദം മാറിയതാണ്. ഇപ്പോൾ വീണ്ടും പഴയ പോലെ എനിക്ക് ആത്മവിശ്വാസം വന്ന പോലെ ഒരു സൗണ്ട് പവർഫുള്ളായിട്ട് തോന്നുന്നു പുള്ളി പറയുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കേസുകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ബാധകൾ ഉണ്ടായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. ശത്രുക്കൾ കൊടുത്തേക്കണ ഒരുപാട് ബ്ലാക്ക് മാജിക്സ് ഒരുപാട് പുള്ളിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭൂമി സംബന്ധമായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ തർക്കത്തിലുള്ള ഒരു വിഷയം, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് തർക്കം, എന്തോ ഒരു തൊട്ടടുത്തുള്ള പറമ്പാറായിട്ടുള്ള വിഷയമാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം പറഞ്ഞതാണുള്ളത്. കാരണം ഒരു ദിവസം ഹീലിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ മറന്നു എല്ലാ കാര്യങ്ങളും. കാരണം അടുത്ത ആൾ വന്നു കഴിയുമ്പോൾ അവരുടെ കാര്യമായി. അപ്പോൾ ഇതൊന്നും സ്റ്റോർ ചെയ്ത് ഞാൻ വെക്കാറില്ല, എൻ്റെ ഉള്ളിൽ ഒന്നും സ്റ്റോറായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതൊക്കെ ഓർത്തെടുക്കണം ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ അപ്പോൾ അങ്ങനെ കിട്ടിയേക്കണ ബ്ലാക്ക് മാജിക്ക് കുറേ ഉണ്ടായിരുന്നു പുള്ളിയുടെ. ഒരു 3-4 ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം പുള്ളിയുടെ ശരീരത്തിലിരിക്കുകയാണ്. പുള്ളിക്കാണെങ്കിൽ ഇതിനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. നേരത്തെ കാലങ്ങളിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ വീഡിയോസ് കണ്ടപ്പോഴാണ് പുള്ളിക്കാരനെ എൻ്റെ വീഡിയോയിലെ അവതരണവും കാര്യങ്ങളോ കണ്ടപ്പോൾ ഞാനൊരു ജെന്യൂനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് പുള്ളിക്കാരന് തോന്നിയല്ല. പുള്ളി അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു, നിങ്ങൾ ജെന്യൂനായിട്ടുള്ള മനുഷ്യനാണെന്ന് പുള്ളി പലയിടത്ത് പറയുകയും ചെയ്തു, നേരെ തന്നെ പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ അവതരിപ്പിക്കുന്ന രീതി വളരെ സിമ്പിളാണ്. അത് ഞാൻ എപ്പോഴും പറയാറാണ്, ഞാനൊരു മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കുന്നത്. ക്യാമറ ഓൺ ചെയ്യുക, ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും, പിന്നെ അങ്ങോട്ട് നമ്മൾ ഫ്ലോ ആയിട്ട് വരികയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ് മിക്കവാറും ഞാൻ വീഡിയോയിൽ പറയുന്നത്. ഒന്നും നമ്മൾ എഴുതി വെച്ചിട്ട് പറയുന്നതല്ല, നാച്ചുറലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ബ്ലാക്ക് മാജിക്സ് ശരീരത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സൗണ്ടിന് വരെ, അപ്പോൾ ത്രോട്ട് ചക്രയാണ് കയറി പിടിച്ചത്. അതായത് കഴുത്തിൽ കയറി പിടിക്കുക. ത്രോട്ട് ചക്രനെ പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിശബ്ദനാക്കുക എന്നുള്ളതല്ലേ, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക, മിണ്ടാതിരിപ്പിക്കുക. അതായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മൾ മിണ്ടരുത്. അതായത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അവിടെ, അത് ചിലപ്പോൾ പറമ്പ് അതിക്രമിച്ച് കയറുകയോ അല്ലെങ്കിൽ വളച്ചിട്ടെടുക്കുകയോ ചെയ്താലും നമ്മൾ മിണ്ടാൻ പാടില്ല.
സൈലൻസ്. അപ്പോൾ എന്താണ് നമ്മുടെ ത്രോട്ട് ചക്രയെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാധകളും അറ്റാക്ക് ചെയ്യുന്നത് ഓരോ ചക്രങ്ങളെന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. വിദ്യാർത്ഥിന് സംസാരിക്കാൻ പറ്റില്ല, വിദ്യാർത്ഥിന് ആരുടെ മുമ്പിലും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്ക് ആ ഒരു പ്രശ്നം പുള്ളിക്കാരന് ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു വിലയില്ല. പുള്ളി സംസാരിക്കുമ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. അതായത് ഒരാൾക്ക് ഇങ്ങനെ പറയണതൊന്നും കേട്ട് കഴിഞ്ഞാൽ ചുമ്മാതാണ് എന്ന് തോന്നുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം നമ്മളുടെ സൗണ്ട്, ഇപ്പോൾ എൻ്റെ സൗണ്ട് തന്നെ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു 10 കൊല്ലം മുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വോയിസൊക്കെ വേറൊരു ലെവലിലുള്ള വോയിസായിരുന്നു. കേൾക്കാനായിട്ട് അത്ര വലിയ സുഖമുള്ള വോയിസൊന്നും ആയിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ഞാൻ ഈ അവൈക്കണിങ്ങിലോട്ടൊക്കെ പോയ സമയത്ത്, അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് കുറേ സമയം ധ്യാനം തന്നെയായിരുന്നു, മെഡിറ്റേഷൻ പരിപാടിയൊക്കെ ആയിട്ട് നടന്ന കുറേ സമയങ്ങളുണ്ട്. ആ സമയത്ത് എപ്പോഴോ എൻ്റെ ഹാർട്ട് ചക്ര ഓപ്പണായി, പിന്നെ ത്രോട്ട് ചക്ര ഓപ്പണായി. അപ്പോഴാണ് എൻ്റെ സൗണ്ട് മാറിയത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ചെറിയ ചാൻറ്റുകളൊക്കെ ചെയ്തൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ചാൻറ്റ് ചെയ്ത് കേൾക്കാൻ എനിക്ക് തന്നെ ഇഷ്ടമുള്ളായിരുന്നു. പക്ഷേ എൻ്റെ ചാൻറ്റുകൾ ഞാൻ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ചാൻറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാറുണ്ട്, ചെറിയ ചെറിയ മന്ത്രാസൊക്കെ ചാൻറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ആളുകൾ കേൾക്കുന്ന എല്ലാവരും പറയാറുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമാണ് സാറേ എന്ന് പറയാറുണ്ട്. ആ രസം എന്ന് പറയുന്നത് നമ്മുടെ എനർജിയാണ്. അപ്പോൾ ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ ത്രോട്ട് ചക്രയെ കയറി പിടിച്ചു ഈ ബാധകൾ. അവിടെ നിന്നാണ് എടുത്ത് മാറ്റിയത് നമ്മളത്. അപ്പോൾ പുള്ളിയുടെ സൗണ്ട് കയറിയായി. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ആത്മവിശ്വാസമായി, എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും സാറേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയണം. പുള്ളിക്കാരൻ ലൈഫിൽ കാര്യമായ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല, കാരണം സമയം ഇഷ്ടം പോലെ ഉണ്ട് നമുക്കിനി കർമ്മം ചെയ്യാനായിട്ടുള്ള സമയങ്ങളാണ് കിടക്കുന്നത്. കാരണം എനർജി ക്ലിയർ ചെയ്ത് കിട്ടി, ദേവിയായിട്ടുള്ള കണക്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ ദേവിനെ സ്മരിക്കുക. ദേവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ ദേവി നിങ്ങളെ സഹായിക്കാനായിട്ട് ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ അത് പറഞ്ഞത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ പുള്ളി ഹാപ്പി. പുള്ളിക്കാരൻ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഹീലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, ഈ ഇതുപോലുള്ള മിറക്കിൾസ് നമ്മുടെ മഹാകാളി ഹീലിംഗിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ ശരിയെന്ന് വെച്ചിട്ട് ശബ്ദമില്ലാത്ത ഒരാൾക്ക് ശബ്ദം കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. കാരണം ഇത് ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, സാക്ഷാൽ മഹാകാളിയാണ്, ദേവിയാണ് ചെയ്യുന്നത്. ദേവിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ട്, ദേവിക്ക് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അത്തരം ആളുകൾക്കാണ് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നത്. ആ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ ആ യോഗ്യതയുള്ള ആൾക്കാർക്കാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.